ഇന്നൊരു ചെറിയ കഥ പറയാം. ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കടലിൻ്റെ തീരത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ബീഡി വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുവഴി വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ പാസ് ചെയ്യാനായിട്ടിടയായി. അയാൾ ഈ മീൻപിടുത്തക്കാരനെ കണ്ടപ്പോൾ നേരെ അയാളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, താൻ എന്താടോ ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വെറുതെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്നത്തേക്കുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു, എനിക്കത് മതി എന്ന്. ഇത് കേട്ടപ്പോൾ ആ ബിസിനസ്സുകാരന് ഭയങ്കര ദേഷ്യമായി. അയാൾ പറഞ്ഞു, എടോ, എന്നാ താൻ വെറുതെ ഇരുന്ന് സമയം കളയാതെ കുറച്ചും കൂടെ മീനിനെ പിടിച്ചൂടെ എന്ന്. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറേ മീനിനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്ക് കുറേ മീനിനെ പിടിച്ച് വിറ്റാൽ ഇനിയും കുറേ സമ്പാദിച്ചൂടെ, ആ പൈസക്ക് ഒരു വലിയ ബോട്ട് വാങ്ങിച്ചൂടെ എന്ന്. അപ്പോൾ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അപ്പോൾ ബിസിനസ്സുകാരൻ പറഞ്ഞു, ആ പുതിയ ബോട്ട് വെച്ച് കടലിൻ്റെ കുറച്ചുകൂടി ആഴമുള്ള സ്ഥലത്ത് ചെന്ന് കുറേ മീനിനെ പിടിച്ചൂടെ, അതിലൂടെ നിനക്ക് കുറേ സമ്പാദിച്ചൂടെ എന്ന്. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദ്യം ആവർത്തിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, കൂടുതൽ ബോട്ടുകൾ വാങ്ങിക്കാം, മറ്റുള്ള ആളുകളെ ജോലിക്കാരാക്കി വെക്കാം, അതിലൂടെ കുറേ പണം സമ്പാദിക്കാമെന്ന്. മീൻപിടുത്തക്കാരൻ അതേ ചോദ്യം തന്നെ പിന്നെയും ആവർത്തിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു, എന്നാ തനിക്ക് എന്നെപ്പോലെ പണക്കാരനാവാൻ പറ്റും. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന്. അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു കൊടുത്തു, എടോ, അപ്പോൾ തനിക്ക് എന്നെപ്പോലെ സമാധാനമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് ചെയ്യാന്നാ താനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് എന്ന്. കഥ ഇത്രയേ ഉള്ളൂ. നമുക്കൊരുപാട് ഡ്രീംസ് ഉണ്ടാകും. അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുകയും വേണം. തുടർച്ചയായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പണവും പദവിയുമൊക്കെ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതം നാട്ടുകാരെ ബോധിപ്പിക്കാനാവരുത്. നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷമുണ്ടാവുന്നത് അത് തന്നെ ചെയ്യുക. അതാണ് ഈ ചെറിയൊരു കഥ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശവും.